ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസം ഗ്യാപ്പായി, കുറേ നാളായി ഞാൻ തിയേറ്ററിൽ പോയിട്ട്. ലാസ്റ്റ് കണ്ടത് ഇദ്ദേഹത്തിൻ്റെ പടമാണ്, നമ്മുടെ താളത്തിൽ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പടത്തിൻ്റെ പേരെന്താണ്? നമ്മുടെ ആഭ്യന്തര കുറ്റവാളി. പിന്നെ അതിന് ശേഷം ഞാൻ റിവ്യൂ ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞാനൊന്ന് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം പറയാനായിട്ട് വന്നത്. ഇന്ന് സർസമീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഹോട്ട് സ്റ്റാറിൽ ഇന്നലെ റിലീസായിട്ടുണ്ട്. ആ പടം ഞാൻ ഇന്ന് കണ്ടു. പടത്തിൻ്റെ അഭിനയിച്ച ആൾക്കാർ പൃഥ്വിരാജ്, കാജോൾ, ഇബ്രാഹിം അലിഖാൻ, അതായത് സെയ്ഫ് അലിഖാൻ്റെ മകൻ. ഇതിൽ പൃഥ്വിരാജ് ഒരു ആർമി ഓഫീസറായിട്ടാണ് വരുന്നത്. അതായത് രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ ബലികഴിക്കാൻ തയ്യാറായ ഒരു ആർമി ഓഫീസർ. അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പറയാമല്ലോ. പൃഥ്വിരാജിൻ്റെ ലുക്ക്, അതായത് ഈ പടത്തിൽ പറയാതെ പറ്റില്ല, ഒരു പ്രത്യേക സ്റ്റൈലായിട്ട്. ആളുടെ ഇതിന് മുന്നേയുള്ള കുറേ പടങ്ങളിലും ഒരു വെറൈറ്റി ലുക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും മറ്റേ ലുക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ലണ്ടൻ ബ്രിഡ്ജിലെ ലുക്കാണ്. അത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പഴയ പടമാണ്, നല്ല ആ സ്റ്റൈല്, മുടിയൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ച് നല്ല ലുക്കല്ല. അതേപോലെയൊക്കെ ഈ ഒരു ആർമി ഓഫീസറുകളുടെ എല്ലാ ബോഡി ലാംഗ്വേജും എല്ലാ ആൾക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ലുക്ക് വരുന്നുണ്ട് പടത്തിൽ. പിന്നെ കാജോളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. ഇബ്രാഹിം അലിഖാൻ, അതായത് സെയ്ഫ് അലിഖാൻ്റെ മകനാണ് ഇതിൽ പൃഥ്വിരാജിൻ്റെ മോനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നമുക്ക് പൃഥ്വിരാജിൻ്റെ പ്രായമൊക്കെ ഏകദേശം നമുക്കറിയാം. പക്ഷെ നമുക്കെന്നാലും അങ്ങനെ നമ്മളിപ്പോൾ അതിനോടൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പടം എനിക്ക് വളരെയധികം ഇഷ്ടമായി. പറയാമല്ലോ, എനിക്ക് നല്ല രസമായിട്ടാണ് പടം തോന്നിയത്. അതായത് ഭയങ്കര ത്രില്ലാണ് പടം. കുറേ ട്വിസ്റ്റുകളുണ്ട്, ഞാൻ സ്പോയിലാക്കണില്ല. എന്നാലും ഞാൻ നൈസായിട്ട് പറയാം. ഈ പടത്തിൽ ഒരു സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ ബലിയർപ്പിക്കാൻ കഴിഞ്ഞ ഒരു ആർമി ഓഫീസറും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹിം അലിഖാൻ്റെ, അതായത് ഒരു ദുർബലനായിട്ടുള്ളൊരു മകൻ എന്നുള്ള രീതിയിലാണ്. വളരുമത്തിരി പേടി കൂടുതലാണ്. അത് പിന്നെ സാധാരണ അങ്ങനെയാണല്ലോ. ഈ ചില ഓഫീസർമാരെ മക്കളൊക്കെ ആകുമ്പോൾ കുറച്ച് ചിലപ്പോൾ നമുക്ക് ഈ അച്ഛൻ സ്ട്രിക്റ്റ് ആകുമ്പോൾ വീട്ടിൽ പേടിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പിന്നെ അറിയാതെ ഒരു ടീമിൽ, തീവ്രവാദിയുടെ ടീമിൽ ചെന്ന് പെട്ടിട്ട് അത് പൃഥ്വിരാജ് അറിഞ്ഞ് അതിനെ ഫോളോ ചെയ്യണതൊക്കെയാണ് കഥ വരുന്നത്. മുഴുവൻ അതിൻ്റെ രസകരമായ കുറേ ട്വിസ്റ്റുകളും സംഭവങ്ങളും പടത്തിലുണ്ട്. നിങ്ങൾ ആ പടം തീർച്ചയായിട്ടും കാണണം. ഒരു പ്രാവശ്യം എന്തായാലും പടം പോയി കണ്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സംവിധാനം ചെയ്തിട്ടുള്ളത് കയോസ് ഇറാനി, ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്തതെന്ന് തോന്നുന്നു ആൾ. പിന്നെ അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ്. ഇതാണ് ഈ പടത്തിൻ്റെ ഒരു. പിന്നെ 4 പേരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഫൈറ്റ് സൂപ്പറായിട്ടുണ്ട്. ഫൈറ്റൊക്കെ അടിപൊളി ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫയറിങ്ങും ഒക്കെയാണ്, എന്നാലും ചില സ്ഥലത്തൊക്കെ അടിപൊളി ഫൈറ്റൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലൊരു നല്ല ഫൈറ്റ് ഉണ്ട്. അങ്ങനെ പടം ത്രില്ലിംഗ് ആണ്. ഒരു പ്രാവശ്യം എന്തായാലും ഈ പടം കാണാം, ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.